എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചങ്ങനാശ്ശേരി ബി ടി സി എന്ന് പറഞ്ഞാൽ ഇനിയും ഞാൻ പറയണോ? പക്ഷേ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വഴക്ക് പറയില്ലേ, എന്നാലും പറയാം. ബഡ്ജറ്റ് ടൂറിസം, അതായത് നമ്മുടെ KSRTCയുടെ ചിലവ് കുറഞ്ഞൊരു വിനോദയാത്ര പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവത്തിന് പ്രമാണിച്ച് നമ്മൾ അങ്ങോട്ട് പോകണം. രാവിലെ ചെറിയ മഴ, അതായത് നമ്മുടെ ഡ്രൈവർമാരൊക്കെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായിട്ട്, അതായത് റിസ്ക് ഉള്ളൊരു സമയമാണ് മഴയെന്ന് പറയാം. ആ മഴയത്ത് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ ചാലക്കുടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ചാലക്കുടി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചാലിക്ക് മുമ്പ് ബ്ലോക്ക്, അതായത് നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നല്ല ബ്ലോക്കാണ്. ഇപ്പോൾ നമ്മൾ ചാലക്കുടിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചത് ഏറ്റുമാറ്റി കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ പോട്ടെ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അവിടെ നിർത്തി. ഇപ്പോൾ ആൾക്കാരൊക്കെ ബാത്റൂമിലൊക്കെ പോവുകയാണ്. കാലാവസ്ഥ നമുക്ക് അത്ര കണ്ട് അനുകൂലമല്ല. എന്നിരുന്നാൽ തന്നെ ഇതൊക്കെ ഓവർകം ചെയ്തല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കണം അല്ലേ. അതെ, നമ്മളിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഊണ് പറഞ്ഞിടത്തേക്ക് നമ്മൾ പോയി ഊണ് കഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരുനെല്ലി. ഇപ്പോൾ റൂട്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പെരിന്തൽമണ്ണ, പട്ടാമ്പി, പെരിന്തൽമണ്ണ അങ്ങനെ ചെന്നിട്ട് മുക്കം ചെന്ന് മുക്കത്തുനിന്ന് താമരശ്ശേരി കൂടി കൽപ്പറ്റ മാനന്തവാടി കൂടി നമ്മൾ നേരെ തിരുനെല്ലി. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ കൊട്ടിയൂർ. ഓക്കെ, വഴി കാണാമല്ല. അങ്ങനെ യാത്ര ചെയ്തു. രാത്രിയായപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയത് അടിവാരത്തിന് അടുത്തുള്ള ഒരു കടയിലാണ് നിർത്തിയത്. അത്താഴം ഒക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റേ ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ രാവിലെ പുറപ്പെടാനായിട്ട് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് മാനന്തവാടിക്ക് അടുത്തുള്ള ഒരു വളരെ വലിയ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടിലാണ്. അവിടെ ഡോർമെട്രി ഒരാൾക്ക് 250 രൂപ വെച്ച് നമുക്ക് അവൈലബിൾ ലഭിച്ചു. കൂടാതെ കോട്ടേജുകളും ഒക്കെ അവിടെ അവൈലബിളാണ്. ഈ കാണുന്നതാണ് റിസോർട്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ റിസോർട്ടാണ്. അപ്പോൾ നമ്മുടെ യാത്രക്കാരെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് പോകേണ്ടത് തിരുനെല്ലി അമ്പലത്തിലേക്കാണ്. തിരുനെല്ലി അമ്പലത്തിലേക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. അങ്ങോട്ടുള്ള യാത്രയെന്ന് പറയുമ്പോൾ നമുക്ക് വനത്തിലൂടെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഈ പ്രഭാതത്തിൽ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തലക്ക് പോകുന്ന വണ്ടി എന്ന് പറയുന്നത് വെഞ്ഞാറമൂടി ഡിപ്പോയിൽ നമ്മളെപ്പോലെ തന്നെ തീർത്ഥാടനം നടത്തുന്ന ഒരു ബസ്സാണ്, KSRTCയുടെ ബസ്സാണ്. ആനയെ കണ്ട ശേഷം അവർ പോകുന്നു, കൂടെ ഞങ്ങളും കണ്ടു. പിന്നെ കണ്ടത് വഴി നിറയെ മാനുകളെയാണ് കണ്ടത്. സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഈ മാനുകളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് തിരുനെല്ലി എന്ന് പറയുന്നത്. ഇതാ നോക്കൂ, എത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മാനുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആന, മറ്റു വന്യമൃഗങ്ങളൊക്കെ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്ന ഒരു വനത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. രാത്രി കാലങ്ങളിൽ ഈ സ്ഥലത്ത് യാത്ര അവൈലബിൾ അല്ല, അനുവദനീയമല്ല. ഫോറസ്റ്റുകാർ തടയും. കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വന്യമൃഗങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരു പ്രവണത ഉണ്ടായെന്ന് വരാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തിരുനെല്ലി അമ്പലത്തിൻ്റെ ഭാഗത്താണ്. ഇനിയിപ്പോൾ നമ്മൾ തിരുനെല്ലി അമ്പലത്തിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മളിപ്പം തിരുനെല്ലി അമ്പലത്തിനോട് എത്തും. തിരുനെല്ലി അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഒന്നും പറയേണ്ട ഗൈസ്. അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ റോഡ് വളരെ ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് താമസമാണ് നമ്മൾ എത്തിയത്. അത് വരും. അപ്പം നമ്മുടെ ഈ തിരുനെല്ലിയിലേക്ക് KSRTCക്ക് 3 ബസ്സാണ് ഒരു ദിവസം അനുവദിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ കാരണം ഇവിടെ സ്ഥലപരിമിതി വളരെ കുറവായത് കാരണം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനും തിരിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ കാരണമാണ് നമ്മുടെ വലിയ വാഹനങ്ങൾക്ക് ഒരു ലിമിറ്റിൽ കൂടി നമ്മൾ അനുവാദം കൊടുക്കാതിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞില്ലേ. ഇനിയിപ്പം നമുക്ക് പതുക്കെ നമ്മുടെ തിരുനെല്ലിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൊട്ടിയൂർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുത്തപ്പൻ്റെ ഒരു സ്ഥലമുണ്ടല്ലോ, പറശ്ശിനിക്കടവൊക്കെ ഒന്ന് കണ്ട് നമുക്ക് നേരെ തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ പാലയത്തിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്, DLX വന്നിട്ടുണ്ട്, കിടക്കുന്നുണ്ടോ. അതുപോലെ തന്നെ വെഞ്ഞാറമൂടിന് ഒരു വണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് തിരുനെല്ലി അമ്പലത്തിൻ്റെ ആർച്ച് എന്ന് പറയുന്നത്. ഇനി തിരുക്കറി കാണാം. Thank you.
ചുറ്റും മലനിരകളാണ് കേട്ടോ. മഞ്ഞിറങ്ങുന്നുണ്ട്, കാർമേഘമുണ്ട്. ഇതാണ് തിരുനെല്ലി അമ്പലത്തിൻ്റെ ഒരു വശം. വളരെ പുരാതനമായൊരു ക്ഷേത്രത്തിനെ ഓർമ്മിപ്പിക്കുന്ന ശിലകളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് പാറക്കല്ലുകൊണ്ട് തീർത്ത് തൂണുകളും ഒക്കെ ആയിട്ട്. തിരുനെല്ലിയിലെ ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 5000 വർഷത്തിന് മേൽ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് കേട്ടോ. വയനാട് ജില്ലയിൽ കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിന് അവിടുന്ന് ഉള്ളിലേക്ക് കയറി, വനത്തിനുള്ളിലേക്കാണ് കയറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പഴക്കം തന്നെ പറയും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിൽക്കുക. പിന്നീട് അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനം കഴിച്ചു. ഉപ്പുമാവ്, പഴയ മെയ്സ് എന്ന് പറയുന്ന നുറുക്ക് ഗോതമ്പ് ഉണ്ടാക്കിയ ഒരു ഭക്ഷണമായിരുന്നു ഉപ്പുമാവും പിന്നെ മുളക് ചാലിച്ചത്. അതും വയറ് നിറയെ കഴിച്ചു. ഇവിടെ അന്നദാനമുണ്ട്. ഞാനിപ്പോൾ അന്നദാനം കഴിച്ചു. നമ്മുടെ ഈ നഴ്സറി സ്കൂളിലൊക്കെ പണ്ട് കിട്ടുന്ന മെയ്സ് എന്ന് പറഞ്ഞ സാധനം, മെയ്സല്ല, ഈ നുറുക്ക് ഗോതമ്പ് പോലുള്ള സാധനം, അത് പിന്നെ മുളക് ചാലിച്ചത്. വ്യത്യസ്തമായിരിക്കും, ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. അത് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ തരുന്ന പോലെ ഇരിക്കും. anyway, തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ ബലിയിടുന്നതിനാണ്ട് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് തിരുനെല്ലി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ KSRTC പോകാനായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക്, അതുപോലെ തന്നെ കൊട്ടിയൂർ, അതുപോലെ തന്നെ നമ്മുടെ മുത്തപ്പൻ ട്രീക്കിലേക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും അവിടെ BTC ഇതുപോലെ ട്രിപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള KSRTC ഡിപ്പോയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതാകാൻ പറ്റും. കൂടുതൽ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. പിന്നെ ഇതിവിടെ KSRTC അല്ലാതെ വരുന്നവർക്ക് റൂംസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഉണ്ട്. ഇവിടെ ലോഡ്ജിൻ്റെ ഇത് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊട്ടിയൂരെത്തി. പക്ഷെ കൊട്ടിയൂരെത്തി എന്ന് പറയേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ കാണിച്ചുതരാം. ഓക്കെ, ഇത് കൊട്ടിയൂർ സ്റ്റാൻഡാണ് കേട്ടോ. മുഴുവൻ വണ്ടിയാണ്. പിന്നെ നമ്മൾ വണ്ടി ഒതുക്കിയിടാതെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഇപ്പോൾ അമ്പലത്തിലെ ഇത് ചടങ്ങുകൾ കഴിയുമ്പോൾ ഈ വണ്ടികളൊക്കെ പോകും. ഇത് കോഴിക്കോട്, അത് താമരശ്ശേരി, പിന്നെ നമ്മുടെ പല ഡിപ്പോയിൽ നിന്നുള്ള വണ്ടി. ഇത് പാലായിൽ നിന്നുള്ള വണ്ടിയാണ്. ഇതെല്ലാം ഇപ്പം ഇവിടെ ലോക്കൽ ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ ഇവരിൽ ഇപ്പോൾ ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ. അങ്ങനെ ആകെ ഇവിടെ ഇപ്പോൾ വണ്ടി ഒതുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ കിടക്കുകയാണ്. ചെറിയൊരു ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഉള്ള സ്പേസിനകത്ത് കുറേയേറെ വണ്ടികൾ കിടപ്പുണ്ട്. ഇപ്പോൾ അമ്പലത്തെ ചടങ്ങ് കഴിയുമ്പോൾ ഇവിടുത്തെ കുറേ വണ്ടി മാറി കഴിയുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് പിടിക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റാൻഡ് പിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വണ്ടി ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഇറങ്ങിയാലേ ഇവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പേട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ചടങ്ങുകളൊക്കെ ഒന്ന് കഴിയുമ്പോഴേ ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ വണ്ടി നമ്മളോട് ഒതുക്കിയിട്ടു. ഇനിയിപ്പം നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. നല്ല തിരക്കാണ്. ഇതാണ് സ്റ്റാൻഡ് കേട്ടോ. ഉണ്ട് അക്കര ക്ഷേത്രം. ഈ അക്കര ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഉത്സവം നടക്കുന്നത്. നമുക്കിനി അങ്ങോട്ട് പോകാം. തോർത്തൊക്കെ മേടിച്ച് തോളത്തിട്ടു, കണ്ടില്ലേ? ചെറിയ ഇടനാഴി പോലെ ചെറിയ പാലാട്ടോ. പാലത്തിൽ കൂടെ അപ്പുറത്ത് പോകണം. ഈ പാലം കയറി ഇറങ്ങി അപ്പുറത്ത് പോകണം. പക്ഷേ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഉണ്ടോ, അടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുവഴി ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോ. അടിപൊളി നദി കേട്ടോ. നദിയാണെന്നൊരു പിടിയില്ല. എടുക്കാൻ പറ്റാത്തൊരു ആളാണ്. ഇതുണ്ട്, ഒരു കുറുക്ക് വഴി കയറി കുറേ ആൾക്കാരെ പറയുന്നു പോകുന്നു. എനിക്ക് എന്നെ തിരക്കണമെന്ന് വെള്ളമാണ്.
എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രം കണ്ട് തൃപ്തിപ്പെട്ട് ഞാൻ മടങ്ങുകയാണ്. നമുക്ക് ഇക്കൊരു അമ്പലം ഒന്ന് കയറി കണ്ടാലോ? ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് ഇക്കര ക്ഷേത്രം. വിശന്നിട്ട് വയ്യ, എല്ലാം കഴിക്കണം. അന്നേരം ഉണ്ടോ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഒരു ഓടപ്പ് വാങ്ങിച്ചു കേട്ടോ. ഇതൊരു സംഭവമാണ്, ഇത് ഉണ്ടാക്കണത് എന്താണെന്നും ഇതൊക്കെ ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, വാങ്ങിച്ച് ഇതൊരെണ്ണം ഇത് വണ്ടിയിലിടാൻ വേണ്ടിയുള്ളത്, പിന്നെ വീട്ടിലേക്കുള്ളത് പറഞ്ഞാൽ വേറെ വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ മൃദംഗ ശൈലേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടീ ബ്രേക്ക്. ആ ടീ ബ്രേക്ക് നമുക്കറിയാമല്ലോ, ഇവിടെ വണ്ടി പാർക്കാൻ സൗകര്യങ്ങളൊക്കെ, കാരണം ഇത് വയനാട് ഏരിയ അല്ലേ, വണ്ടി പാർക്കാനുള്ള സൗകര്യമാണെങ്കിൽ പോലും, പക്ഷേ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാം കേട്ടോ. നമ്മുടെ വണ്ടിയോട് പാർക്ക് ചെയ്യാം. ചെളിയാണ്, പക്ഷേ ഉറപ്പുള്ള മണ്ണാണ് കേട്ടോ. അവിടെ വണ്ടി ഇറങ്ങിപ്പോകാനുള്ള പറ്റും തിരിച്ചിട്ട്. ഇതാണ് ഇവിടുത്തെ ഈ ഒരു കടയുടെ കടയെന്തി ഇപ്പോൾ കാണിക്കാം. വിനായക എന്ന് പറയുന്ന ഈ കടയുടെ ആൾക്കാരാണ് നമുക്കവിടെ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അതായത് ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടുന്ന് 1.5 ഗ്ലാസ് ചായ കുടിക്കുന്നു. എനിക്ക് മടുപ്പിച്ച് കിടക്കും. പ്രശസ്തനായ ഒരു കോർഡിനേറ്ററാണ് കേട്ടോ കേരളത്തിലെ. ബെൻസീർ. ഇതിന് നേരെ അമ്പലത്തിലേക്ക് പോകാം. ഇതാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ. ഇത് പുതിയതായിട്ട് പണിയുന്നു കേട്ടോ. സർക്കാർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് റൂമുകളൊക്കെ, സ്റ്റേ ചെയ്യാനുള്ള റൂമുകളൊക്കെ ഇങ്ങനെ പടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണുന്നത് മ്യൂസിയമാണ്. പക്ഷേ മ്യൂസിയത്തിനകത്ത് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഹിഡനാണ്. ഇത് പടിഞ്ഞാറ് കോവിലകം എന്ന് പറയും. നമ്മുടെ ശ്രീ പഴശ്ശിരാജ ഇവിടെ പണ്ട് താമസിച്ചിരുന്നു പറയുന്ന ഒരു കോവിലകം മണ്ണടിഞ്ഞു പോയിട്ട് അതിൻ്റെ പ്രശ്നവിധിയിൽ തെളിഞ്ഞ ഒരു രൂപരേഖ ഒരാളിവിടെ സൗജന്യമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കോവിലകമാണിത്. അപ്പോൾ ഇതേ കോവിലകത്തുണ്ടായിരുന്ന കളരിത്തറയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. മ്യൂസിയത്തിലേക്ക് വെക്കേണ്ട സാധനങ്ങളൊന്നും ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഉണ്ട്, പക്ഷെ അത് ഹിഡനായിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മുടെ പഴശ്ശിരാജയുടെ എല്ലാ ആയുധങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിക്കാനുള്ള മ്യൂസിയം പണിതാണ്. പക്ഷെ ഇപ്പോൾ അവിടെ സാധനങ്ങളൊന്നും ഇല്ല, അത് ഹിഡനായിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ക്ഷേത്രം. ഇതിനകത്തേക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനുവാദം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത്തകറി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ രൂപരേഖ ഇങ്ങനെ കാണുക. ഓക്കെ, അതായത് ഇത് നമ്മുടെ പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രത്തിനാണ് ഇപ്പോൾ കണ്ടത് കംപ്ലീറ്റ്. ഇത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രിപ്പുകളിൽ പങ്കെടുക്കുക. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കോട് എത്തി. ഇനിയിപ്പം കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവെത്തി മുത്തപ്പൻ്റെ അരികിലേക്ക് പ്രിയപ്പെട്ട യാത്രക്കാരെയൊക്കെ യാത്രയാക്കിയ ശേഷം വാഹനമൊക്കെ ഒതുക്കിയിട്ട് ഞാൻ പതുക്കെ നമ്മുടെ നടപ്പുരയിലേക്ക് നടന്നു. മുത്തപ്പനെ ഞാൻ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മുത്തപ്പനെ നേരിട്ട് കാണണം, മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങണം, മുത്തപ്പനുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷേ അതൊന്നും സാധിക്കുമെന്നറിയില്ല. എന്തായാലും ശരി, നമുക്ക് ഇവിടുത്തെ കാഴ്ച കൊടുക്കാം. ശ്രീകോവിലിനുള്ളിൽ ഒരിക്കലും വീഡിയോഗ്രാഫി അനുവദനീയമല്ല. ഞാൻ അറിയാതെ 1-2 ക്ലിപ്പ് എടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ വിവരം അറിയാൻ കഴിഞ്ഞത്. ആയതിനാൽ ഞാൻ ആ ഒരു ക്ലിപ്പ് ഒരു കാരണവശാലും അപ്ലോഡ് ചെയ്യുന്നില്ല. ആ ഒരു
തീരുമാനം അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു നിർദ്ദേശം ഞാൻ പാലിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരി കൊട്ടിയൂർ എന്ന ഈ ഒരു തീർത്ഥാടന യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി ഇവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. യാത്രക്കാരുടെ ഏറെക്കുറെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച ആ ഒരു സംതൃപ്തിയോടുകൂടി തന്നെ നമ്മൾ ഇനി അടുത്ത യാത്രയ്ക്കായിട്ട് തുടക്കം കുറിക്കുകയും കൂടെയാണ്. ഇതുപോലുള്ള വിനോദവും തീർത്ഥാടനവും ഒക്കെയുള്ള യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൊട്ടടുത്തുള്ള KSRTC ഡിപ്പോയിലെ ബഡ്ജറ്റ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം.